ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്, ഇപ്പൊ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന, നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പരസ്യങ്ങൾ ഒന്നാണ് ഫണ്ടിങ് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വീക്കിൽ ജൂലൈ 4 ഉണ്ടാവുന്ന ഓഫേഴ്സിനെ കുറിച്ചിട്ടുള്ള ഓരോ ഫേംസും നൽകുന്ന ഓഫേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു ഫേംസിനെയും കുറിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പേ ഔട്ട് എന്ന് നമ്മളെല്ലാവരും പേ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് ഫണ്ടിങ് ഫേംസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പേ ഔട്ട് കിട്ടുന്ന കമ്പനികൾ ഏതാണ്, ഏതെല്ലാം കമ്പനികളാണ് പേ ഔട്ട് റിജക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായി. ഇപ്പം നമ്മൾ അനലൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ മറ്റുള്ള സോഴ്സുകളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കണ്ടുകൊണ്ട് ഞാനൊരു അക്കൗണ്ട് എടുത്തു, അങ്ങനെ ഫെയിലായി, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ പേ ഔട്ട് കിട്ടാതെ വന്നു എന്നൊക്കെ പറയാതിനും പകരം നിങ്ങളും ഒന്നുകൂടി സ്റ്റഡി ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ഒരു വീക്കിന്റെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ വഴി പേ ഔട്ട് കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ പേ ഔട്ട് ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കമ്പനികൾ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്നത് ട്രേഡിഫൈ എന്നുള്ള കമ്പനിയാണ്. അതിന് തൊട്ട് താഴെയാണ് ഫണ്ടിങ് ടിപ്സ് വരുന്നത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രേഡിഫൈ ഒരു ഫ്യൂച്ചേഴ്സ് ഫേമാണ്. ഫണ്ടിങ് ടിപ്സ് ഫോറക്സ് റിലേറ്റഡ് ആണ്. മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് ആണ്. ഇവിടെ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ഉണ്ട്. ഫണ്ട് ആൻഡ് നെക്സ്റ്റ് രണ്ടിന്റെയും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നോർമലി. അതന്നെ ആൽഫ ഫ്യൂച്ചർ ഉണ്ട്, ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് CFD ആണ്, ആൽഫ ഫ്യൂച്ചേഴ്സിന്റെ ആണ്. ദ ഫയേഴ്സ് CFD ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ കമ്പനികളെ നമുക്ക് നോക്കാം. CFD-യിലാണെന്നുണ്ടെങ്കിൽ ഫണ്ട് പിപ്സ് ആണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ട് നെക്സ്റ്റ് ആണ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്. അതേപോലെ തന്നെ ഗോഡ് ഫണ്ടറിന്റെ ഒക്കെ ഓരോ പൊസിഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ റിവ്യൂ ചെയ്യുക. പുതുതായിട്ട് വന്നേക്കുന്ന ഈ ഒരു കമ്പനിയുമായിട്ട് പേ ഔട്ട് ജംഗ്ഷനായിട്ട് ടൈ അപ്പ് ആയേക്കുന്ന കമ്പനികൾ, പുതുതായിട്ട് വന്നേക്കുന്ന കുറേ കമ്പനികളുണ്ട്. ഫണ്ട് ഹേവ്, അതേപോലെ അക്വ ഫണ്ടഡ്, ഇൻസ്റ്റന്റ് ഫണ്ടിങ്, YRM പ്രൊഫേംസ്, അങ്ങനെ കുറെ ഫേംസിനെ കുറിച്ച് നമ്മളും ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പൊ ഈ ഒരു വീക്കിൽ ഏറ്റവും കൂടുതൽ 7 ദിവസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുത്തേക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂച്ചേഴ്സിന്റെ ഉൾപ്പെടെ CFD അല്ലാതെ ഫ്യൂച്ചേഴ്സ് മാത്രമായിട്ട് നോക്കുമ്പോൾ ട്രേഡിഫൈ ആണ് ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുത്തേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് പേ ഔട്ട് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ലാർജസ്റ്റ് പേ ഔട്ടിനേക്കാളും ഏറ്റവും വലുത് നമ്പർ ഓഫ് പേ ഔട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ ആവറേജ് പേ ഔട്ടും ശ്രദ്ധിക്കുക. ലാസ്റ്റ് പേ ഔട്ട് ഏത് സമയത്ത് കൊടുത്തു എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫേഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കാര്യം നോക്കാം. E8 മാർക്കറ്റ് എന്ന ഫേം നമുക്ക് ഇന്ത്യയിൽ കുറച്ചും കൂടി അതിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഫയേഴ്സ് പോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫേമാണ് E8 മാർക്കറ്റ് എന്ന് പറയുന്നത്. അവരിപ്പോ ഫ്യൂച്ചേഴ്സിലും കുറച്ച് നാൾ മുമ്പ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് E8 ഫണ്ടിങ് നമുക്ക് അലൗഡ് ആയിരുന്നില്ല. നമുക്കിപ്പോ ഫ്യൂച്ചേഴ്സിലും നമുക്ക് അലൗഡ് ആണ്, നമ്മൾ ഇന്ത്യൻസിന് അലൗഡ് ആണ്. ഫോറക്സിൽ അവർ എല്ലാ പ്ലാൻസും അലൗഡ് ആണ്, പക്ഷെ 50K വരെ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അതിന് മുകളിൽ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അവർ അലോ ചെയ്യുന്നില്ല. നമുക്ക് ജൂലൈ 4 ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി തന്നെ അപ്പെക്സിൽ വന്നേക്കുന്ന ഏറ്റവും അടിപൊളി ഓഫറാണ്. ഇതിന് 250K അക്കൗണ്ട് $17 കിട്ടുന്നത്. നമുക്ക് $17 നമുക്ക് ആ അക്കൗണ്ട് പാസ്സായതിനു ശേഷം നമുക്ക് ഏകദേശം $177 അടച്ചാൽ മതിയാവും. അത് ഈ ഒരു ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നേക്കുന്ന അടിപൊളി ഓഫറാണ്. ഇത് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഓഫറുകൾ എന്ന് പറ്റുന്നത്. പിന്നെ ഇതൊരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്, എൻഡ് ഓഫ് ദ ഡേ അല്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓഫർ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എടുക്കാനായിട്ട്. ഒരു $17 എടുത്തിട്ട് 250K ഒക്കെ നമുക്ക് കുറച്ചുകൂടി ബാലൻസ് ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു 50K ഒക്കെ പാസ്സാക്കുന്ന 50K 2000 ബാലൻസ് ഉണ്ടാവത്തുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 250K ഈ $17 എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ $177 വരുന്നേ ഉള്ളൂ അത് 250K. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ജൂലൈ 4 ഏറ്റവും നല്ല ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ലെഗസി എന്ന് പറയുന്ന പ്ലാൻ ആണ്, അത് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. അതേപോലെ മറ്റു ഓഫറുള്ള ഒന്ന് നമുക്ക് ട്രൈ ചെയ്യുന്ന ബിൽഡർ എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിന്റെ ഏറ്റവും നല്ല ഓഫറുകൾ ഒന്നാണ്. $63 വരുന്നുള്ളൂ. ഏകദേശം 5400 5500 രൂപയിലെ നമുക്ക് 50K വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും നല്ല ഒരു പ്ലാനാണ്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്സാക്കാൻ പറ്റും എന്നുള്ളതുണ്ട്. ഡ്രോ ഡൗൺ 2K വരെ നമുക്ക് അത് രണ്ടും പ്ലാൻ ആഡ് ഓൺ മോഡലാണ്, രണ്ടും പ്ലാൻ ചെയ്തെടുക്കാം. അത് 48 മണിക്കൂറിൽ ഏറ്റവും നല്ല പേ ഔട്ട് കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. എൻഡ് ഓഫ് ദി ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. കൺസിസ്റ്റൻസി 50% ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലാനും അപ്പെക്സിന്റെ ഫസ്റ്റ് കണ്ട പ്ലാനും നല്ല ഒരു ഓഫർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിംഗ് പിപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടിംഗ് പിപ്സ് കുറച്ച് റൂൾസിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അക്കൗണ്ട്സിലേക്കൊക്കെ 1% റിസ്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അക്കൗണ്ട് ആയതിനു ശേഷം നമുക്ക് അക്കൗണ്ടിലേക്കൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഫ്ലെക്സ് പ്ലാൻ അവർ ലേറ്റസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ 50K ഒക്കെ ആവറേജ് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് $269 ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഒരു
20% ഓഫറൊക്കെയാണ് ഈ ഒരു ഇപ്പോൾ നിലവിൽ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ഫേംസിനെ ഇവർ പ്രൊഫൈൽ മാച്ച് ഇത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോള പ്രൈം എന്ന് പറഞ്ഞ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൂബെറി അങ്ങനെയുള്ള ഫീച്ചേഴ്സിലൊക്കെ എല്ലാ ഇതിലും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കമ്പനികളെ പ്രൊഫൈൽ മാച്ച് പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇത് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ആ കമ്പനികളെ കുറിച്ച് ഒരു സൈറ്റിൽ കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രൊഫൈൽ മാച്ചിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. അവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് വേണം അക്കൗണ്ട് എടുക്കാൻ. ചില സമയത്ത് ഓഫറൊക്കെ ഉള്ള സമയത്ത് നല്ല ഓഫർ ആയിരിക്കും. നമ്മളിപ്പോ ഇന്നിപ്പോ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ഫണ്ടിങ് റോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി ഒരു എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും യൂട്യൂബ് ആയിക്കോട്ടെ എല്ലാ ഇതിലും നമ്മൾ ഈ ഫണ്ട് ഗെയിംസിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫണ്ടിങ് റോക്ക്. ഞാനിങ്ങനെ അവരെ കുറിച്ച് എടുത്തു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് ഒരു ഫണ്ടിങ് ഫേം ഏറ്റവും തുടങ്ങാൻ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു രാജ്യമാണ് സൈപ്രസ് എന്ന് പറയുന്നത്. അവിടെ പോയി നമുക്ക് ആർക്കായാലും അവിടെ പോയി നിസ്സാര ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഈ തട്ടിക്കൂട്ട് കമ്പനി ആണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങളൊന്നും പാലിക്കപ്പെടേണ്ടാത്ത രാജ്യങ്ങളിലാണോ ചില കമ്പനികളൊക്കെ പോയി എടുക്കുന്നതെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് വേണം അവിടെ അക്കൗണ്ട് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ ഒരു കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി ഒന്ന് നടത്തി നോക്കിയപ്പോൾ ഇവർ നടക്കുന്ന ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ പേ ആഫ്റ്റർ യു പാസ്, അതൊരു എൻ്റെ ഞാനത് നോക്കിയപ്പോൾ കുറെ പേര് ഇവരുടെ ഡിസ്കോഡിലും കാര്യങ്ങളിലൊക്കെ കുറെ പേര് അതിനെ കുറിച്ച് കംപ്ലൈൻസും കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് കാണാം. ആദ്യത്തെ ഇതിന് നമ്മൾ 5% $5 അടച്ചാൽ മതി പ്രോഫിറ്റ് ടാർജറ്റ്. അപ്പൊ ഒരു സ്പ്രെഡ് ഒക്കെ ഭയങ്കര വൈഡ് സ്പ്രെഡ് ഒക്കെ ആണെന്നുള്ള റിവ്യൂസ് ആണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം, ആരായാലും ഒന്ന് അട്രാക്ട് ചെയ്ത് പോകുന്ന കാര്യമാണ്. നമുക്ക് എല്ലാ പ്ലാൻസിനും $5, ബാക്കിയൊക്കെ പാസ്സായതിനു ശേഷം അടച്ചാൽ മതി. ഈ പാസ്സായതിനു ശേഷം അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഏകദേശം $300 ഉണ്ട്. $268 നമുക്ക് 50K ഇവിടെ തരുന്നത്. $269 ഫണ്ടിങ് ടിപ്സിന്റെ ഫ്ലെക്സിന് പോലും വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് 5 yearsന്റെ $268 ഇവര് നമ്മൾ നോക്കുമ്പോൾ $300 എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ശരിക്കും ഒരു ട്രാപ്പാണ്. ഈ $5 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പാസ്സായതിനു ശേഷം കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ധാരണയിൽ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടുപോകാൻ സാധ്യത, പെട്ടുപോകാന്നല്ല, നല്ല രീതിയിൽ ഈ ഒരു പുതിയ ഫേമൊക്കെ ഏതാണ്ട് പെട്ടുപോകാം. എല്ലാ ഫേംസിന്റെയും വരുമാനം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പിരിച്ചെടുക്കുന്ന ഈ ഒരു എമൗണ്ട് തന്നെയാണ്. നമ്മുടെ ഇന്ന് ഇവാലുവേഷൻ സ്റ്റേജിൽ പിടിച്ചെടുക്കുന്ന ഈ ഒരു എമൗണ്ട് തന്നെയാണ്. പക്ഷെ അത് ഈ ഒരു $5 ഒക്കെ വെച്ചെടുക്കുമ്പോൾ ആ കമ്പനി നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് ഇത് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു ട്രസ്റ്റ് പൈലറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി കംപ്ലൈൻസ് ആണ്. ആഫ്റ്റർ പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പേ ഔട്ടിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഡിക്ലൈൻ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഡിസ്കോഡിൽ നല്ല ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ പരസ്യങ്ങൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം അക്കൗണ്ട് എടുക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കമ്പനിയിലേക്ക് ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് തന്നെ ഹെവി റിസ്ക് ആയിരിക്കും. കാരണം $5 കിട്ടിയതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാലും ചിലപ്പോൾ കുറെ നാൾക്ക് ശേഷമായിരിക്കും ആരെങ്കിലൊക്കെ എടുത്ത് പാസ്സായിട്ടൊക്കെ വരുന്നത്. ആ പാസ്സായിട്ട് വരുന്ന ആ ഒരു സമയം ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളും ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഒരു പേ ചെയ്യാനായിട്ട് എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടൊക്കെ പേ ചെയ്യാനുള്ള, കാരണം എന്താ പാസ്സായിരിക്കുന്ന അക്കൗണ്ടാണ്. പിന്നെ എങ്കിലും ട്രേഡ് ചെയ്ത് 3 ദിവസം കഴിയുമ്പോൾ പേ ഔട്ട് കിട്ടുകയാണെന്ന് തന്നെ വിചാരിച്ചാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 3% പ്രോഫിറ്റ് ടാർജറ്റ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തേക്കുന്ന കുറച്ച് ഗിമിക്ക് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പൊ അതിങ്ങനെ നിങ്ങൾക്കും പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഇഗ്നോർ ചെയ്യുക ഈ ഒരു ഫേമിനെ. എന്തായാലും നിലവിൽ നല്ല ഡിസ്കഷൻ ഓൾറെഡി നടക്കുന്നുണ്ട്. അവർ ഡിസ്കോഡിൽ പേ ഔട്ട് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ കുറച്ച് ഡിസ്കോഡ് ആക്ടിവിറ്റി ആൾക്കാരുള്ളൂ എങ്കിലും അതിൽ പല ഡിസ്കഷനും ഇങ്ങനെ പേ ഔട്ട് $5 കൊടുത്ത് എനിക്ക് ആ അക്കൗണ്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ല. എല്ലാവരും പേ ഔട്ടിലേക്ക് വരുമ്പോൾ അവരുടെ പ്രശ്നം വരാം. അപ്പൊ ഇത്തരം പരസ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേമിനെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൊഫൈം റിലേറ്റഡ് ഉള്ള ന്യൂസ് കാര്യങ്ങളെല്ലാം അറിയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാം. ഫ്രീ ആക്സസ് ആണ് എല്ലാവർക്കും. അപ്പോൾ ബൈ, വീണ്ടും കാണാം.